തോരാമഴയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി. എടത്തുരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. കൊരട്ടി ജംഗ്ഷനിൽ വെള്ളക്കെട്ട്. മാള സബ് രജിസ്ട്രാർ ഓഫീസിലെ UPS സിസ്റ്റം കേടുവന്ന് പ്രവർത്തിക്കാതായിട്ട് 2 വർഷം. ജില്ലയിൽ 16-ലധികം ഓഫീസിന്റെ അവസ്ഥ ഇത്തരത്തിലാണെന്ന് സൂചന. PV അൻവറിന്റെ വിഷയത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF സ്ഥാനാർത്ഥിയെ അൻവർ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിലപാട് വ്യക്തമാക്കുമെന്ന് സതീശൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തോരാമഴയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി. എടത്തുരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. പ്രധാന തോടുകൾ കടന്നുപോകുന്ന പ്രദേശത്തെ വീടുകളാണ് വെള്ളത്തിലായിട്ടുള്ളത്. റോഡുകളിലും വെള്ളക്കെട്ട് മൂലം സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. എടത്തുരുത്തി 15-ാം വാർഡ് ചന്ദ്രപ്പനി ബൈപ്പാസിന് സമീപവും പപ്പടം നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. പലരും ബന്ധുവീടുകളിലേക്ക് മറ്റും താമസം മാറിയിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുക്കിപ്പോകുന്ന തോടുകൾ നികത്തിയതും കൂടുതൽ വെള്ളക്കെട്ടിന് കാരണമായി. വീട്ടുപറമ്പുകളിലേക്ക് തോടുകൾ കരകവിഞ്ഞ് 50ഓളം വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. റോഡുകളിലും വെള്ളക്കെട്ട് മൂലം സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. SN വിദ്യാഭവൻ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. നിരവധി സ്ഥലത്ത് കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. കയ്പമംഗലം പഞ്ചായത്തിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. 2-ാം വാർഡ് കൂരിക്കുഴി സലഫി വടക്ക് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. ഈ ഭാഗത്ത് 40ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ്. ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വാർഡ് മെമ്പർ PMS ആബിദിൻ എന്നിവർ പറഞ്ഞു. കാളമുറി, കിഴക്കുവിളക്കുപറമ്പ്, തൈവെപ്പ്, പള്ളിത്താനം, ഗ്രാമലക്ഷ്മി പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വൈകിട്ടോടെ കൂരിക്കുഴി ബാബുലും മദ്രസ, RCUP സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. മീഡിയ ടൈം, കയ്പമംഗലം. കൊരട്ടി ജംഗ്ഷനിൽ വെള്ളക്കെട്ട്. കൊരട്ടി ജംഗ്ഷനിൽ നിന്നും കോന്നൂർ ഭാഗത്തേക്കുള്ള പ്രവേശനത്തിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അശാസ്ത്രീയ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമായെന്നാണ് ആരോപണം. രാവിലത്തെ കനത്ത മഴയിലാണ് റോഡിൽ വെള്ളം കയറിയത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള അശാസ്ത്രീയ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമായെന്നാണ് ആരോപണം. വാട്ടർ ലെവൽ നോക്കാതെ കാന നിർമ്മിച്ചതിനെ തുടർന്ന് മഴവെള്ളം കാനയിലേക്ക് ഒഴുകിപ്പോകുന്നില്ല. വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി സർവീസ് റോഡിൽ ചരക്ക് ലോറി താഴ്ന്നു. മുരിങ്ങൂർ ധ്യാന കേന്ദ്രം ജംഗ്ഷൻ സമീപം രാവിലെയായിരുന്നു സംഭവം. അങ്കമാലി ഭാഗത്തു നിന്നും തൃശ്ശൂരിലേക്ക് പോയ ലോറിയാണ് താഴ്ന്നത്. ഒരു വശത്തെ ടയർ എല്ലാം ഉയർന്നു നിന്നിട്ടും ഭാഗ്യം കൊണ്ട് ലോറി തലകീഴായി മറിയാതെ നിന്നു. സമീപത്തെ കെട്ടിടത്തിലും മതിലിലും താങ്ങി നിന്നതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ലോറി ചെരിഞ്ഞതിന് തൊട്ടടുത്താണ് സമീപത്തെ വർക്ക്ഷോപ്പിലേക്കുള്ള വൈദ്യുതി കണക്ഷന്റെ പോസ്റ്റും ഫീസുകളും ഇരിക്കുന്നത്. അത് തട്ടാതിരുന്നത് വലിയ ഭാഗ്യമായി. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് പോകുവാൻ ഒരുക്കിയിരിക്കുന്ന ബദൽ റോഡിനോട് ചേർന്നുള്ള കാനയുടെ മുകളിലൂടെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് കയറിപ്പോയപ്പോൾ ലോറിയുടെ ടയറുകൾ കാനയോട് ചേർന്നുള്ള ചെളിയിൽ താഴ്ന്നു പോകുകയായിരുന്നു. കനത്ത മഴയിൽ പരിയാരം പഞ്ചായത്തിലെ മണലായിൽ കർഷകനായ ഡേവിസിന്റെ 1500 വാഴകൾ വെള്ളത്തിലാണ്. പ്രദേശത്ത് മഴക്കെടുതികൾ തുടരുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. മാള സബ് രജിസ്ട്രാർ ഓഫീസിലെ UPS സിസ്റ്റം കേടുവന്ന് പ്രവർത്തിക്കാതായിട്ട് 2 വർഷം. അധികൃതരുടെ അവഗണന അവസാനിപ്പിച്ച് തകരാർ പരിഹരിക്കുകയോ പുതിയത് സ്ഥാപിക്കുകയോ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃശൂർ ജില്ലയിൽ 16-ലധികം ഓഫീസിന്റെ അവസ്ഥ ഇത്തരത്തിലാണെന്നാണ് സൂചന. സിസ്റ്റത്തിന്റെ തകരാർ മൂലം ദിവസവും പലവട്ടം മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനം താറുമാറിലാകുന്ന അവസ്ഥയാണ്. പലപ്പോഴും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. പ്രായമായവരും അംഗപരിമിതരും ഉൾപ്പെടെയുള്ളവർ വൈദ്യുതി തടസ്സം നേരിടുമ്പോൾ മണിക്കൂറുകളോളം കാറ്റും നല്ല വെളിച്ചവുമില്ലാതെ കാത്തു നിൽക്കേണ്ടി വരികയാണ്. മാത്രമല്ല, ദിവസവും അപ്രതീക്ഷിതമായി വൈദ്യുതി പോകുമ്പോൾ എൻട്രി ചെയ്യുന്ന ഡാറ്റ പൂർത്തിയാക്കാൻ സാധിക്കാതെ വരികയും കമ്പ്യൂട്ടറുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. കാലവർഷം വരുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാവും. മാള, അന്നമനട, വടക്കുംകര, അന്തിക്കാട്, കാട്ടൂർ, വടക്കാഞ്ചേരി, മുണ്ടൂർ, വാടാനപ്പള്ളി, ഒല്ലൂക്കര സബ് രജിസ്ട്രാർ ഓഫീസ് അടക്കം തൃശൂർ ജില്ലയിൽ 16-ലധികം ഓഫീസിന്റെ അവസ്ഥ ഇത്തരത്തിലാണെന്നറിയുന്നു. ലക്ഷങ്ങൾ വരുമാനമുള്ള രജിസ്ട്രേഷൻ വകുപ്പിൽ ഇത്തരം അനാസ്ഥകൾ പ്രതിഷേധാർഹമാണ്.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ഇടപെട്ട് UPS സംവിധാനം ഇല്ലാത്തതോ കേടുവന്നതോ ആയ സംസ്ഥാനത്തെ മുഴുവൻ ഓഫീസുകളിലും അടിയന്തരമായി UPS സംവിധാനം സ്ഥാപിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് മാളയിലെ പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത്. മീഡിയ ടൈം, മാള. മേത്തല പടനയിൽ ദേശീയപാത നിർമ്മാണത്തിനായി മണൽ കയറ്റി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. അമിതഭാരം കയറ്റി വരുന്ന വാഹനത്തിന്റെ ഗതാഗതം പ്രദേശത്തെ റോഡുകൾ തകരുന്നതിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാഹനം തടഞ്ഞത്. ജനപ്രതിനിധികൾ ഇടപെട്ടതിനെ തുടർന്നാണ് പ്രശ്നപരിഹാരം ഉണ്ടായത്. മേത്തല പടനയിൽ ദേശീയപാത നിർമ്മാണത്തിനായി മണൽ കയറ്റി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. അമിതഭാരം കയറ്റിവരുന്ന വാഹനത്തിന്റെ ഗതാഗതം വശങ്ങളിലെ വീടുകൾക്ക് വിള്ളലുകൾ ഉണ്ടാകുന്നതിനും കേടുപാടുകൾ സംഭവിക്കുന്നതിനും കാരണമാകുമെന്നാരോപിച്ചായിരുന്നു വാഹനം തടഞ്ഞത്. തുടർന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതരുമായി നഗരസഭാ ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ റോഡിനും പരിസരത്തെ വീടുകൾക്കും സംഭവിക്കുന്ന കേടുപാടുകൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ പരിഹരിച്ചു തരാമെന്ന് ധാരണയിലെത്തി. ധാരണാപത്രം ജൂൺ 3 ചൊവ്വാഴ്ചയ്ക്കകം ഒപ്പുവയ്ക്കും. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, ലത ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ എന്നിവർ പങ്കെടുത്തു. അതെ, ഇപ്പൊ നമ്മള് ശിവാലയ കമ്പനിയുടെ ഓഫീസറുമായി സംസാരിച്ചതിന് പ്രകാരം അവര് ഈ ഇവിടെ അടുത്തുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഗണിച്ചുകൊണ്ട് റോഡുകളുടെ മെയിൻ്റനൻസ് ചെയ്തു തരാമെന്നും ഇവരുടെ പണി മൂലം ഏതെങ്കിലും വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മെയിൻ്റനൻസ് ചെയ്തു തരാമെന്നും അവര് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 3-4 ദിവസത്തിനുള്ളിൽ ആ അഗ്രിമെന്റ് അവര് നഗരസഭയിലേക്ക് കൈമാറാമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട്. ഇപ്പൊ അവര് ആവശ്യപ്പെടുന്നത് ഇപ്പൊ തൽക്കാലം 3 വണ്ടിയിൽ മണ്ണെടുത്തിട്ടുണ്ട്. അത് അവര് കൊണ്ടുപോകാനുള്ള അനുവാദം നൽകണം. അത് അനുവാദം നൽകിയതിനു ശേഷം നമ്മൾക്ക് എഗ്രിമെന്റ് ഉറപ്പായതിനു ശേഷം മാത്രം അവരിവിടെ നിന്ന് മണ്ണ് ട്രഞ്ച് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. PV അൻവറിന്റെ വിഷയത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF സ്ഥാനാർത്ഥിയെ അൻവർ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ UDF നിലപാട് വ്യക്തമാക്കുമെന്ന് സതീശൻ പറഞ്ഞു. ഞങ്ങൾ ചർച്ച ചെയ്യും. ഇതിനു മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം നടപ്പാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായി. ഞാൻ 2 വാചകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹം. അങ്ങനെ തീരുമാനിച്ചാൽ UDFിൻ്റെ അഭിപ്രായം UDF അപ്പം പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന തരത്തിലോ അഹങ്കാരം സ്ഫുരിക്കുന്ന തരത്തിലോ ഒരാൾ സംസാരിച്ചിട്ടില്ല, ഞാനടക്കം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ ഗോപിക്കണ്ണൻ ചരിഞ്ഞു. ദേവസ്വം രേഖകൾ പ്രകാരം 51 വയസ്സാണ് പ്രായം. ഒരു അസുഖവും ഇല്ലാതിരുന്ന ആന ഇന്ന് പുലർച്ചെ 4:10 കുഴഞ്ഞു വീഴുകയായിരുന്നു. 2 മാസത്തോളമായി മദപ്പാടിൽ തളച്ചിരിക്കുകയായിരുന്നു. വ്യാഴാഴ്ച ആനയ്ക്ക് ഗ്യാസ് കയറിയതുപോലെ വയറിന് ചെറിയ വീർപ്പം കണ്ടിരുന്നതായി ഡോക്ടർ പറഞ്ഞു. എന്നാൽ വൈകുന്നേരത്തോടെ ആന പിണ്ടം ഇട്ടതായി ജീവനക്കാർ പറഞ്ഞു. 2001 സെപ്റ്റംബറിൽ ഗോപു നന്ദിലത്താണ് ആനയെ നടയിരുത്തിയത്. ആസാമിൽ നിന്നുള്ള ആനയാണെങ്കിലും സൗമ്യനും ലക്ഷണമൊത്ത കൊമ്പനുമായിരുന്നു. ക്ഷേത്രത്തിലെ ശീവേലി, വിളക്ക് തുടങ്ങിയ ചടങ്ങുകൾക്ക് മിക്ക ദിവസങ്ങളിലും എഴുന്നള്ളിപ്പ് നടത്തിയിരുന്നത് ഗോപിക്കണ്ണനായിരുന്നു. ആനയോട്ടത്തിലെ താരമായിരുന്ന ഗോപിക്കണ്ണൻ 9 പ്രാവശ്യമാണ് ആനയോട്ടത്തിൽ ജേതാവായിട്ടുള്ളത്. പിടിയാന നന്ദിനിക്ക് പാദരോഗം പിടിപെട്ട സമയത്ത് ഗുരുവായൂർ ഉത്സവത്തിന്റെ പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിൽ ഗോപിക്കണ്ണനാണ് തിടമ്പേറ്റി ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും തിടമ്പേറ്റിയിരുന്നു. ഇക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അനുസരണക്കേട് കാണിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഗൗരവപരമായ ഒരസുഖവും ഇല്ലാതിരുന്ന കൊമ്പൻ ഗോപിക്കണ്ണന്റെ വേർപാടിന്റെ വേദനയിലാണ് ആനപ്രേമികളും ദേവസ്വം ആനക്കോട്ടയിലെ ജീവനക്കാരും. ആനയുടെ ജഡം ഇന്ന് കോടനാട് എത്തിച്ച് മറവ് ചെയ്യും. ഗോപിക്കണ്ണന്റെ വിയോഗത്തോടെ ദേവസ്വത്തിന്റെ ആനകളുടെ എണ്ണം 36 കുറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഇനി ഭിന്നശേഷി സൗഹൃദ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി പ്രഖ്യാപന ഉദ്ഘാടനം നിർവഹിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായി ഉയർത്തുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ
ഒരു പഞ്ചായത്ത് സൗഹൃദമാക്കുക എന്ന് പിന്നിൽ കൈവരികളോ അവർക്ക് ഭിന്നശേഷി കുട്ടികൾക്ക് കയറാനുള്ള കൈവരികൾ അതൊന്നും സ്ഥാപിക്കുക എന്നതിലുപരി അവരുടെ മനസ്സറിയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നാണ് ഇതിനെ അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പം ഈ സൗഹൃദമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയാലും പ്രസിഡന്റ് ആയാലും ഒരുപാട് സർവേകളും കാര്യങ്ങളും ഒരുപാട് അതിന് മുന്നിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചന്ദ്രബാബു സാറൊക്കെ അതിന് വേണ്ടി നമുക്ക് പിന്തുണ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനും വൈസ് പ്രസിഡന്റിനും ഭരണസമിതി അംഗങ്ങൾക്കും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സാബു എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകൾ അറിയിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു. സാബു കൈതാരൻ, ടി കെ കുട്ടൻ, കെ ജി സജീവ്, സി ചന്ദ്രബാബു, എ ബി മനു, എ വി വിനോദ് കുമാർ, ജോളി സജീവ്, സൗമ്യ രഞ്ജിത്ത്, സി ബി ഫ്രാൻസിസ്, രാജേഷ് മോഹൻ, എ എസ് ബിജീഷ്, അനില സുനിൽ, സെക്രട്ടറി പി സി ദീപ എന്നിവർ പങ്കെടുത്തു. ദേശീയ സംസ്ഥാന പ്രാദേശിക പാതകളിലെ ശോചനീയാവസ്ഥയിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്കിലും പ്രതിഷേധിച്ച് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്നമനട ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജെനീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ കെ രവി നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. കുഴക്കാട്ടിശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ഫാദർ ജോസഫ് വിധേയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ഫാദർ തോമസ് ചാത്തമ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചു. ജൂൺ 8 ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ. നേർച്ച ഭക്ഷണം, വെഞ്ചിരിപ്പ് വിതരണം, തിരുനാൾ കുർബാന, പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം, ദിവ്യബലി എന്നിവയാണ് ഊട്ടുതിരുനാൾ ദിന ചടങ്ങുകൾ. ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ തിരുനാൾ ദിന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പ്രവേശനോത്സവം നടന്നു. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ ദിനിൽ വി എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VHSE പ്രിൻസിപ്പൽ കൃഷ്ണപ്രിയ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈസാബ് KS എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. കുന്നംകുളത്തെ AC മൊയ്തീന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. MLA ഓഫീസിന് മുമ്പിൽ പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്നും പിരിഞ്ഞു പോകാതെ നിലയുറപ്പിച്ചതോടെ സ്ഥലത്ത് സംഘർഷമായി. കൊരട്ടി പഞ്ചായത്തിലെ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ സ്കൂളുകൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനിമാ താരം കൈലാഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്തിലെ ഫുൾ A+ നേടിയ 160 വിദ്യാർത്ഥികൾക്കും പഞ്ചായത്തിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകൾക്കും +2 പരീക്ഷയിൽ 100% വിജയം നേടിയ ലിറ്റിൽ ഫ്ലവർ HSSനും അവാർഡുകൾ നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, പ്രശസ്ത പ്രചോദനാത്മക പ്രഭാഷകൻ ജോസഫ് അന്നംകുട്ടി ജോസ്, കുമാരി ബാലൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് പെരേപ്പാടൻ, PG സത്യപാലൻ, പഞ്ചായത്ത് സെക്രട്ടറി KA ശ്രീലത എന്നിവർ പ്രസംഗിച്ചു. മതിലകം കുടുംബശ്രീ മാതൃക CDSന്റെ 27ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മതിലകം സാൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. ദീപ നിശാന്ത്, ഡോക്ടർ യു സലിൻ എന്നിവർ മുഖ്യാതിഥികളായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ സമ്മാനദാനം നിർവഹിച്ചു. മതിലകം CDS ചെയർപേഴ്സൺ CB രാജേഷ്, വൈസ് ചെയർപേഴ്സൺ സൈന ചന്ദ്രൻ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ഷോട്ടോക്കൺ ഇന്ത്യയുടെ 42ാം വാർഷികാഘോഷം സമേതം 2025 സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ബ്ലാക്ക് ബെൽറ്റ്, കളർ ബെൽറ്റ് അവാർഡ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണം, പ്രതിഭാ സംഗമം, കുടുംബ കൂട്ടായ്മ എന്നിവ നടത്തി. എടത്തുരുത്തി KC കാളിക്കുട്ടി സ്മാരക നിലയത്തിൽ നടന്ന വാർഷികാഘോഷം കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട് ക്ലാസ് നയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
തോരാമഴയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി. എടത്തുരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. കൊരട്ടി ജംഗ്ഷനിൽ വെള്ളക്കെട്ട്. മാള സബ് രജിസ്ട്രാർ ഓഫീസിലെ UPS സിസ്റ്റം കേടുവന്ന് പ്രവർത്തിക്കാതായിട്ട് 2 വർഷം. ജില്ലയിൽ 16-ലധികം ഓഫീസിന്റെ അവസ്ഥ ഇത്തരത്തിലാണെന്ന് സൂചന. PV അൻവറിന്റെ വിഷയത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF സ്ഥാനാർത്ഥിയെ അൻവർ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിലപാട് വ്യക്തമാക്കുമെന്ന് സതീശൻ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.